അന്യസംസ്ഥാനത്ത് നിന്ന് 3.5 രൂപയ്ക്ക് വാങ്ങുന്ന വേദനസംഹാരി ഗുളികകൾ കേരളത്തിൽ വിൽക്കുന്നത് 400 രൂപയ്ക്ക്. വാട്സാപ്പിലൂടെയാണ് ഇടപാട്. പ്രതിയായ യുവാവ് പിടിയിലായി. കൊല്ലത്താണ് സംഭവം. ഇരവിപുരം സ്വദേശി അച്ചു എന്ന് വിളിക്കുന്ന വിപിനാണ് പ്രതി. കുട്ടികൾക്കിടയിൽ ലഹരി വസ്തുക്കൾ വിൽക്കുന്ന സംഘത്തിലെ പ്രധാനിയാണ് വിപിൻ. വാട്സപ്പിലൂടെ പണം മുൻകൂറായി വാങ്ങിയെടുക്കും. തുടർന്ന് കൊല്ലം ബീച്ചിലെത്തി ഗുളികകൾ കവറുകളിലാക്കി മണ്ണിൽ കുഴിച്ചിടും. പണം ലഭിച്ചു കഴിയുമ്പോൾ ഗുളികയുള്ള സ്ഥലം അടയാളം സഹിതം ആവശ്യക്കാർക്ക് ഫോട്ടോ എടുത്ത് അയച്ചു നൽകും. ഇതായിരുന്നു അച്ചുവിന്റെ കച്ചവട രീതി. വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പല പേരുകളിൽ ഇയാൾ അഡ്മിനുമാണ്. കുട്ടികളും വിദ്യാർത്ഥികളുമാണ് കൂടുതലായും ഇയാളിൽ നിന്ന് ലഹരി ഗുളികകൾ വാങ്ങിക്കൊണ്ടിരുന്നത്. ബോംബെയിൽ നിന്നും ബംഗളൂരുവിൽ നിന്നുമാണ് പ്രതി വൻതോതിൽ ഗുളികകൾ വാങ്ങി സ്റ്റോക്ക് ചെയ്തിരുന്നത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സംഘം പ്രതി വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെത്തിയത്. വിവരമറിഞ്ഞ് രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ പിടിയിലാവുകയായിരുന്നു. ലഹരി ഗുളികകളും വേദന സംഹാരി ഗുളികകളും പിടിച്ചെടുത്തിട്ടുണ്ട്. മലയാളം ടെലിവിഷൻ, കൊല്ലം. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി, ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. ഹലോ, ആ കൺഫ്യൂഷൻ അങ്ങ് തീർന്നില്ലേ? പണി കിടക്കട്ടെ. Jewelry that tells your story. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി.